ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോ തുണി കഴുകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മൾ എത്ര ഇനി വാഷിംഗ് മെഷീനിലിട്ട് കഴുകിയാലും നമ്മുടെ കല്ലിലിട്ട് കഴുകുന്നതിൻ്റെ വൃത്തി ഒരു മെഷീനിലും കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഞാനിന്ന് എൻ്റെ ബ്രദറിൻ്റെ ഷർട്ടുകളൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു ഒന്ന് വാഷ് ചെയ്യുന്നത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാൻ നല്ല ലെങ്ത് വീഡിയോ ആയതുകൊണ്ട് ഞാനൊന്ന് സ്പീഡിന് ഇട്ട് ചെയ്ത് കേട്ടോ. ആദ്യം സോപ്പ് പൊടി ഇട്ടിട്ട് പിന്നെ നമ്മുടെ ഈ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്ന ഒരു ലിക്വിഡും കൂടി അതിലേക്ക് 2 ഡ്രോപ്പ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നല്ല പതയായിരിക്കും. നന്നായിട്ട് ഡ്രസ്സിൻ്റെ അഴുക്കൊക്കെ പോകാൻ ഇത് സഹായിക്കും കേട്ടോ. എൻ്റെ മോൾ നെഹൽ മോളും എൻ്റെ ബ്രദറിൻ്റെ മോൻ ജെർമിയക്കുട്ടനും കൂടാണ് കേട്ടോ. അങ്ങനെ മുക്കിയൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് തുണി കഴുകുന്നത് കാണാൻ, കല്ലിന്മേലിട്ട് കഴുകുന്ന വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ നല്ല ഷർട്ടൊക്കെ കഴുകുമ്പോഴത്തേക്ക് ആദ്യം തന്നെ ഈ നമ്മുടെ കോളർ ഭാഗം വേണം ആദ്യം നമ്മൾ സോപ്പിട്ട് നന്നായിട്ട് കഴുകാൻ കേട്ടോ. എന്നാലേ അഴുക്കൊക്കെ പോകത്തുള്ളൂ. പിന്നീട് നമ്മൾ ഈ 2 ഷർട്ടിൻ്റെ കൈഭാഗമാണ് കഴുകേണ്ടത് കേട്ടോ. നന്നായിട്ട് കഴുകുക. വേഗം ശ്രദ്ധിക്കേണ്ടത് ഈ ഷർട്ടിൻ്റെ 2 കൈഭാഗവും എടുത്ത് സോപ്പ് നന്നായി തേച്ച് കഴുകുക. കാരണം വിയർപ്പൊക്കെ നന്നായി പോകാൻ വേണ്ടിയിട്ട് നന്നായി ഉരച്ച് കഴുകിയതിന് ശേഷം 3-4 പ്രാവശ്യം നന്നായിട്ട് പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കാം. ഈ നാട്ടുമ്പുറ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ശേഷം നമുക്ക് കുറച്ച് കഞ്ഞ വെള്ളത്തിൽ ഈ ഷർട്ടൊന്ന് മുക്കിയെടുക്കേണ്ടതുണ്ട്. വേറൊന്നിനുമല്ല, സ്റ്റിഫ് ആൻഡ് ഷൈൻ മുക്കുന്നതിനെക്കാട്ടിൽ ഷർട്ട് നന്നായിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ വടിവൊത്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയുമുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗോഡ്